സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അത്തരമൊരു വീട് നേരിട്ട് കാണുന്നത് വിവേകിനത് ആദ്യമായിട്ടായിരുന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും കാവ്യയിൽ നിന്ന് വീണ്ടും ഫോൺ കോൾ വന്നു. ശ്യാമളയും ആരാധനയും തങ്ങൾക്ക് അഭിമുഖമായി വന്ന രാഘവൻ നായരുടെ ഭാര്യ കസ്തൂരിയോട് സംസാരിക്കുകയായിരുന്നു. വിവേക് പുറത്തു തന്നെ നിന്ന് ഫോൺ എടുത്ത് "ഗുഡ് മോർണിംഗ് കാവ്യ" എന്ന് പറഞ്ഞു. "ഇപ്പോഴാണോ ഫോൺ എടുക്കാൻ തോന്നിയത്? നീ ഊര് വിട്ടു പോയപ്പോൾ എന്നെ പാടെ മറന്നുപോയല്ലേ?" എന്ന് അവൾ പരിഭവത്തോട് ചോദിച്ചു. അവളുടെ മധുരമായ ശബ്ദത്തിൽ താൻ കൂടെയില്ലാത്തതിൻ്റെ വിഷമവും ശൂന്യതയും പ്രകടമാണെന്ന് വിവേകിന് മനസ്സിലായി. "നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ല പൊന്നെ. നാട്ടിലാകുമ്പോൾ കൂട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ." "ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്" എന്ന് വിവേക് പറഞ്ഞു. "ശരി, എനിക്കും ക്ലാസ്സുണ്ട്. ബൈ" എന്ന് പറഞ്ഞ് ഫോൺ വെച്ച കാവ്യയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. രാഘവൻ നായർക്ക് ആൺമക്കളില്ല. ഒരേ ഒരു മകൾ മാത്രം. തലമുറകളോളം അനുഭവിച്ചാലും തീരാത്ത അത്രയും സ്വത്തുക്കളുണ്ട്. ഇപ്പോൾ മരുമകനെ വീട്ടിൽ താമസിപ്പിച്ച് തൻ്റെ സ്വത്തുക്കളും മകളെയും അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് വിശ്രമിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ഒരുപാട് ആലോചനകൾ നോക്കി. തൻ്റെ മകളുടെ കാര്യത്തിൽ. "വാ മോനെ, അവിടെ തന്നെ നിന്നുപോയതെന്താ? ഇങ്ങോട്ട് വന്നിരിക്കൂ" എന്ന് പറഞ്ഞ് രാഘവൻ നായർ അയാളുടെ കൈ പിടിച്ച് തൻ്റെ അരികിൽ തന്നെ ഇരുത്തി. "സുഖമാണോ അച്ഛാ?" എന്ന് വിവേക് അന്വേഷിച്ചു. "സുഖമാണ് മോനെ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി വിശ്രമിക്കാം" അദ്ദേഹം പറഞ്ഞു. വിവേകിൻ്റെ ശരീരപ്രകൃതിയും ഉയരവും നിറവുമെല്ലാം അദ്ദേഹത്തിന് നന്നായി ബോധിച്ചു. ഇവർ തമ്മിലുള്ള ചേർച്ച വളരെ നന്നായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. എന്നാൽ തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അദ്ദേഹത്തോട് എങ്ങനെ പറയണം എന്ന ചിന്തയിലായിരുന്നു വിവേക്. അപ്പോഴാണ് കസ്തൂരി പ്ലേറ്റുകളിൽ നിറയെ പലഹാരങ്ങൾ വിളമ്പിക്കൊണ്ട് വിവേകിനും ആരാധനയ്ക്കും അടുത്തേക്ക് വന്നത്. അത് എടുത്തുകൊണ്ട് അതിസുന്ദരിയായി നടന്ന ഹാളിലേക്ക് വന്നത് ചന്ദ്രകലയായിരുന്നു. ചന്ദ്രകലയെ കണ്ടതും വിവേകിൻ്റെ കണ്ണുകൾ വിടർന്നു. കൃത്യമായ ശാരീരിക അളവുകളോട് കൂടിയ അവൾ മാമ്പഴ നിറത്തേക്കാൾ അല്പം കൂടി വെളുത്ത നിറമുള്ളവളായിരുന്നു. അവൾ ധരിച്ചിരുന്ന നെറ്റടി സാരിയിൽ അവളുടെ സൗന്ദര്യം വിവേകിനെ വല്ലാതെ ആകർഷിച്ചു. അവളുടെ മുഖഭാവവും വടിവൊത്ത മൂക്കും എല്ലാം തികഞ്ഞ ഒരു സുന്ദരിയെപ്പോലെ തോന്നിപ്പിച്ചു. അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവളുടെ മുടിയയകൾ വിവേകിനെ മാടി വിടുക്കുന്നത് പോലെ അവന് തോന്നി. കല്യാണ മണ്ഡപങ്ങളും ഷോപ്പിംഗ് ും സിനിമാ തിയേറ്ററുകളും കൃഷിഭൂമിയുമൊക്കെയായി നമുക്ക് അത്യാവശ്യം സമ്പാദ്യമുണ്ട് വിവേക്. കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. തലമുറകളായി കൈമാറി വന്ന സ്വത്തുക്കൾ എൻ്റെ കഠിനാധ്വാനം കൂടി ചേർന്നപ്പോൾ ഒന്നുകൂടി വർദ്ധിച്ചു. എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് എനിക്കൊന്ന് സമാധാനമായി വിശ്രമിക്കണം. എന്നത്തേക്ക് മുഹൂർത്തം കുറിക്കണം? രാഘവൻ നായർ ചോദിച്ചു. ആ നിമിഷം കാവ്യ വിവേക് ഓർത്തുപോയി. അവൻ പെട്ടെന്നൊന്നു ഞെട്ടി. "എനിക്കൊരു സോഫ്റ്റ്വെയർ ജോലി നേടണം അച്ഛാ. ജോലി കിട്ടിയതിന് ശേഷം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം" വിവേക് ആ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. "അതെന്താ മോനെ?" രാഘവൻ നായർ സംശയത്തോടെ അവനെ നോക്കി. "നിങ്ങളുടെ ഇഷ്ടം പോലെ അച്ഛാ" എന്ന് വിവേക് മറുപടി നൽകി. അത് കേട്ട് സന്തോഷവാനായ രാഘവൻ നായർ വിവേകിനെ ചേർത്ത് പിടിച്ചു. പൂജാരിയെ വിളിച്ച് നല്ലൊരു ദിവസം നോക്കി പറയുമെന്ന് ശ്യാമളയും കൂട്ടിച്ചേർത്തു. ചന്ദ്രകലയും ആരാധ്യയും പണ്ടേ സുഹൃത്തുക്കളായതുകൊണ്ട് അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലായി. ചന്ദ്രകല തന്നെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ വിവേകിനുള്ളിൽ ചെറിയൊരു അഭിമാനം തോന്നി. എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് കാവ്യയുടെ കോൾ വരുന്നത്. ഇപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ വിവേക് പരിഭ്രമിച്ചു. ഒടുവിൽ "ഞാൻ രാത്രി അങ്ങോട്ട് വരുന്നുണ്ട്" എന്നവൻ അവൾക്ക് മെസ്സേജ് അയച്ചു. രാത്രി കാവ്യയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മ ലക്ഷ്മി കാവ്യക്ക് പാൽ കലക്കി കൊടുത്തു. അവൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അവളെ കസാലയിൽ പിടിച്ചിരുത്തി. "കാവ്യ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ?" ലക്ഷ്മി പതുക്കെ ചോദിച്ചു. "എന്താ അമ്മേ, പെട്ടെന്ന് ഇങ്ങനെയൊരു ചോദ്യം?" പരിഭ്രമത്തോടെ കാവ്യ തിരിച്ചു ചോദിച്ചു. "എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ കാവ്യ" ലക്ഷ്മി വീണ്ടും നിർബന്ധിച്ചു. "ഞാൻ ഒന്നും ഒളിക്കുന്നില്ല അമ്മേ" വിക്കലോടെ കാവ്യ പറഞ്ഞു. മകളുടെ പരിഭ്രമം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സംശയം തോന്നിയെങ്കിലും അവളെ കൂടുതൽ പേടിപ്പിക്കണ്ട എന്ന് കരുതി പോയി പഠിക്കാൻ പറഞ്ഞു. അതേസമയം മറ്റൊരു ഓഫീസിൽ മധുകർ ഒരു ഫയൽ ദേവിന് കൈമാറി. "ദേവ്, ഇതാ നീ ചോദിച്ച വിവരങ്ങൾ" മധുകർ പറഞ്ഞു. ഫയൽ തുറന്ന ദേവ് അതിൽ കാവ്യ എന്ന് പേര് കണ്ടപ്പോൾ വിരലുകൾ കൊണ്ട് അതിൽ പതുക്കെ തഴുകി. കാവ്യയുടെയും വിവേകിൻ്റെയും വിവരങ്ങൾ അയാൾ സൂക്ഷ്മമായി പരിശോധിച്ചു. "എന്താ നീ പറയുന്നത്?"
രാഘവൻ നായരുടെ മകളുമായി വിവേകിൻ്റെ വിവാഹാചരണം നടന്നെന്നോ? അത്ഭുതത്തോടെ ദേവി ചോദിച്ചു. അതെ, അവർ വിവാഹത്തിന് സമ്മതിച്ചു. ഉടനെ നിശ്ചയമുണ്ടാകുമെന്നാണ് അറിയുന്നത്. മധുകർ മറുപടി നൽകി. അത് കേട്ടതും ദേവിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി.